بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. ബനൂ ഇസ്രായേലുകാരോടുള്ള കൽപ്പനകളും വിധിവിലക്കുകളുമാണ് ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിക്കാനും وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചത് എന്താണ്? നിങ്ങൾ ഞാൻ അവതരിപ്പിച്ച ഖുർആനിൽ വിശ്വസിക്കണം, അതിന് പകരമായി തുച്ഛമായ വിഭവങ്ങൾ വാങ്ങിക്കരുത്, എന്നെ മാത്രം നിങ്ങൾ സൂക്ഷിക്കുകയും വേണം. ഈ ആയത്തിൽ അതിൻ്റെ തുടർച്ചയാണുള്ളത്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. ഇതോടുകൂടി അവരോടുള്ള കൽപ്പനകളും വിലക്കുകളും 4 കാര്യങ്ങളായി. വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും, അതൊരു കൽപ്പനയാണ്. വലാ തശ്തറു ബി ആയാതി സമനൻ ഖലീല, അതൊരു കൽപ്പനയാണ്. ഇവിടെ ഈ ആയത്തിലുള്ളത് വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, അതൊരു കൽപ്പനയാണ്. വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, അത് മറ്റൊന്നാണ്. 4 കാര്യങ്ങളായി. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, വലാ തൽബിസു, ഏതായിരിക്കും അതിൻ്റെ അർത്ഥം? ഏതാ ഫിഅലിൻ്റെ രൂപം? നഹീൻ്റെ രൂപമല്ലേ അത്? അല്ലേ? വലാ തൽബിസു, ലബിസ അല്ല, അത് ലബസ. എന്താ ലബസ? തൽബീസ് ഉണ്ടാക്കിയിരുന്ന അറിയില്ല നമ്മളെ? എന്താ അതിൻ്റെ അർത്ഥം? തൽബീസിൻ്റെ മാദി ഏതായിരിക്കും? തൽബീസിൻ്റെ മാദി ഏതാ? എന്താ പഠിച്ചില്ല? ഫെയിൽ പഠിച്ചില്ല? ലബ്ബസ, ലബ്ബിസു തൽബീസ പഠിച്ചില്ല? അത് തൽബീസ് ഫഅല. ഇത് ഫഅലല്ല. വലാ തൽബിസു, വലാ തൽബിസു. തൽബീസ് എന്ന് പറഞ്ഞാൽ, വലാ തൽബിസു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം നിങ്ങൾ കൂട്ടിക്കലർത്തരുത് തന്നെ, ഒന്നും മറ്റൊന്നുമായിട്ട് മിക്സ് ചെയ്യരുത്. വലാ തൽബിസു അൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, ഹക്കിനെ നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. എന്തുമായി? ബിൽ ബാത്തിൽ, ബാത്തിലുമായി കൂട്ടിക്കലർത്തരുത്, മിക്സ് ചെയ്യരുത്. ഹക്ക് മാത്രം പറയാം, ബാത്തിൽ അതിനോടൊപ്പം നിങ്ങൾ കൂട്ടിച്ചേർക്കരുത്. വതക്തുമുൽ ഹഖ്ഖ ഐ വലാ തക്തുമുൽ ഹഖ്ഖ, ആ വാവ് മുൻപുള്ളതിനോട് ചേർന്നുകൊണ്ടാണ്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വലാ തക്തുമുൽ ഹഖ്ഖ. ലാമ് അവിടെ വീണ്ടും ആവർത്തിച്ചില്ല, കാരണം മഅറൂഫാണത്. നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തരുത്. വതക്തുമു അൽ ഹഖ്ഖ ഐ വലാ തക്തുമുൽ ഹഖ്ഖ, നിങ്ങൾ സത്യത്തെ തെക്തുമു. എന്താ തെക്തുമുൻ്റെ മാതി? കതമ അല്ലേ? കതമ യക്തുമു, തെക്തുമു. വലാ തെക്തുമു, നിങ്ങൾ മറച്ചു വെക്കരുത്, മൂടി വെക്കരുത്. വലാ തക്തുമുൽ ഹഖ്ഖ, ഹക്കിനെ നിങ്ങൾ മൂടി വെക്കുകയും അരുത്. നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തുകയും ചെയ്യരുത്, സത്യത്തെ നിങ്ങൾ മൂടി വെക്കുകയും ചെയ്യരുത്. ഇത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ്. ചില ആളുകൾ ചിലപ്പോൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിക്കൊണ്ട് സംസാരിക്കും. ചില ആളുകൾ സത്യത്തെക്കുറിച്ച് നിശബ്ദത പാലിക്കും. ഇത് രണ്ടും പാടില്ല. ചില ആളുകൾ ഒന്നും പറയില്ല, സത്യാസത്യം കൂട്ടിക്കലർത്താനോ ഒന്നിനും നിൽക്കില്ല, മിണ്ടില്ല, സത്യം പറയേണ്ടടുത്തതിനെക്കുറിച്ച് മിണ്ടാതിരിക്കും. വേറെ ചില ആളുകൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തിക്കൊണ്ട് സംസാരിക്കും. ഇത് രണ്ടും നിങ്ങൾ ചെയ്യരുത്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ, ഇത് രണ്ടും ചെയ്യരുത്. ഇത് ഒരു 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 അർത്ഥം അതാണ്. മറ്റൊരു അർത്ഥം കൂടി ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ. ഞാൻ അറബിയിൽ നഹ്വ് പഠിച്ചാൽ ഉപകാരം. ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥം അവർ പറഞ്ഞു വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ്ഖ, അത് വാവ് ആതിഫാണ്. ആതിഫ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തൽ, ആൻഡ് എന്ന അർത്ഥത്തിൽ. നിങ്ങൾ ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തരുത്, ഹക്കിനെ മറച്ചു വെക്കുകയും ചെയ്യരുത്. ഇപ്പോൾ രണ്ടും വെവ്വേറെ കാര്യങ്ങളാണ്. രണ്ടാമതൊരു തഫ്സീർ അവർ പറഞ്ഞു വാവ് മഅയ്യത്തിൻ്റെ വാവാണ്. അതായത് വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, ഹക്കിനെയും ബാത്തിലിനെയും നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. വതക്തുമുൽ ഹഖ്ഖ, അതിലൂടെ നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യരുത്. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസം
ആ സലാം. ഏതായാലും വ്യത്യാസം. ഒന്ന് വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, അത് വേറെ തന്നെ കാര്യം. ഹക്ക് മറച്ചു വെക്കുക, അത് വേറെ തന്നെ കാര്യം. രണ്ടാമത്തേത് ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തിക്കൊണ്ട് ഹക്കിനെ നിങ്ങൾ മറച്ചു വെക്കരുത്. കാരണം ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹക്ക് മറഞ്ഞു പോവുകയാണ്. അത് ചെയ്യരുത്. രണ്ടും വ്യത്യാസമില്ല. വ്യത്യാസം ഉണ്ടോ? മനസ്സിലായ? വാവിൻ്റെ അർത്ഥത്തിലാണ് ആ വ്യത്യാസം വരുന്നത്. വാവ് ആത്തിഫത്തിൻ്റെ വാവാണെങ്കിൽ, ആത്തിഫ എന്ന് പറഞ്ഞാൽ കൂട്ടി പറയാനുള്ള വാവ്. നിങ്ങൾ ഇത് ചെയ്യരുത്, ഇതും ചെയ്യരുത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഇതും ചെയ്യാൻ പാടില്ല, അതും ചെയ്യാൻ പാടില്ല. മറ്റേത് ഇത് ചെയ്യരുത്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം എന്തുണ്ടാവും? ഇതുണ്ടാവും. ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തിയാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായും ഹക്ക് മറഞ്ഞു പോകും. വാവുൽ മഅയ്യ, ഇത് മഅയ്യ, ഇതിൻ്റെ ഒപ്പം അതുണ്ടാവും. ഇത് സംഭവിച്ചോ അതുണ്ടായിരിക്കും. മറ്റേതിൽ അതുണ്ടായിക്കൊള്ളുന്നില്ല. മറ്റേ തഫ്സീർ പ്രകാരമാണെങ്കിൽ ഹക്കും ബാത്തിലും മിക്സ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്. ഹക്ക് മൂടി വെക്കുക എന്നുള്ളത് വേറെ തന്നെ പ്രവൃത്തിയാണ്. രണ്ടും വെവ്വേറെയാണ്. മനസ്സിലായ അർത്ഥം? അതല്ലത്. രണ്ടർത്ഥങ്ങൾക്കും അവിടെ സാധ്യത ഉണ്ട്. രണ്ട് തഫ്സീറിനും അവിടെ സാധ്യത ഉണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞ രണ്ടും മുഹ്തമലാണ്. രണ്ടർത്ഥങ്ങൾക്കും അവിടെ സാധ്യത ഉണ്ട്. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ. അപ്പോൾ മഅയ്യത്തിൻ്റെ അർത്ഥമാണെങ്കിൽ നിങ്ങൾ സത്യാസത്യം കൂട്ടിക്കലർത്തി അതിലൂടെ നിങ്ങൾ സത്യത്തെ മൂടി വെക്കരുത്. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ വലാ തക്തുമുൽ ഹഖ. ഇത് രണ്ടും നിങ്ങൾ ചെയ്യരുത്. സത്യത്തെ അസത്യത്തെ കൂട്ടിക്കലർത്തുകയും ചെയ്യരുത്, സത്യത്തെ മൂടി വെക്കുകയും ചെയ്യരുത്. രണ്ടും ചെയ്യാൻ പാടില്ല. പക്ഷേ രണ്ട് തമ്മിൽ വ്യത്യാസം, രണ്ട് ചെറിയ വ്യത്യാസമുണ്ട്. വഅൻതും തഅലമൂൻ ഐ വൽ ഹാലു അന്നക്കും തഅലമൂൻ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ഏതവസ്ഥയിലാണ്? വഅൻതും, നിങ്ങളുടെ സ്ഥിതി എന്താണ്? നിങ്ങളാണ് തഅലമൂൻ, നിങ്ങൾക്ക് അറിവുള്ളവരാണ്. നിങ്ങൾ അറിവില്ലാതെ സത്യം മൂടി വെക്കുകയല്ല ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യത്തെ മൂടി വെക്കരുത്, സത്യവും അസത്യവും കൂട്ടിക്കലർത്തരുത്. അപ്പോൾ അറിയാതെ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. ഇതിൻ്റെ തഫ്സീറിലുള്ളത് വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ വലാ തഖ്ലിത്തുൽ ഹഖ അല്ലദീ ബയ്യൻതുഹു ലക്കും ബിൽ ബാത്തിൽ അല്ലദീ ഇഫ്തറൈതുമൂഹു വലാ തഖ്ലിതു. ഖലത അവിടെ ഇത് പറയില്ല, മുഖല്ലത്ത അല്ലേ? തിന്നുന്ന സാധനത്തിന് അല്ലേ? അങ്ങനെ പറയില്ലേ? മിക്സ് ചെയ്യരുത്. തഖ്ലിത്തു വലാ തഖ്ലിത്തു, നിങ്ങൾ മിക്സ് ചെയ്യാൻ പാടില്ല, ഖൽത്ത് ചെയ്യാൻ പാടില്ല, കൂട്ടിക്കുഴക്കാൻ പാടില്ല. വലാ തഖ്ലിത്തു അൽ ഹഖ, സത്യത്തെ നിങ്ങൾ മിക്സ് ചെയ്യരുത്. ആ ഹക്ക് ഏതാണ്? ഈ പറഞ്ഞ ഹക്ക് എന്നതുകൊണ്ട് ഉദ്ദേശം ഏതാണ്? അല്ലദീ ബയ്യൻതുഹു ലക്കും, അല്ലദീ ബയ്യൻതുഹു, ഞാൻ വിശദീകരിച്ച് നൽകിയത്, ലക്കും, നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് നൽകിയ ഹക്കിനെ നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. ബിൽ ബാത്തിലി അല്ലദീ ഇഫ്തറൈതുമൂഹു, എന്തുകൊണ്ട് മിക്സ് ചെയ്യാൻ പാടില്ല? ബിൽ ബാത്തിലുണ്ട്. ഏത് ഈ ബാത്തിൽ? അല്ലദീ, അതേതാണ്? ഇഫ്തറൈതും, നിങ്ങൾ കെട്ടി ചമച്ചുണ്ടാക്കിയത്. ഇഫ്തറ, കെട്ടിച്ചമച്ചത്. ഇഫ്തിറ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമക്കുക. കഴിഞ്ഞാണ് ഇഫ്തിആലല്ലേ പഠിച്ചത്? ഇഫ്തിആലല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്? ഇൻഫാല. ഇഫ്തിആലയിലാണ് ഇഫ്തിആൽ വരെ. ഇഫ്തറ, യഫ്തരി, ഇഫ്തിറ, നിങ്ങൾ കെട്ടിച്ചമക്കരുത്, ഫിരിയത്തുണ്ടാക്കരുത്, കള്ളം പറഞ്ഞുണ്ടാക്കരുത്. വലാ തഖ്ലിതു അൽ ഹഖ അല്ലദീ ബയ്യൻതു ലക്കും ബിൽ ബാത്തിൽ അല്ലദീ ഇഫ്തറൈതുമൂഹു. ഇഫ്തറൈതും എന്നാണ് ശരിക്ക്. പിന്നെ അതിലേക്ക് ദമീർ ചേർക്കുന്നതിന് വേണ്ടി വാവു അവിടെ കൊടുത്തു വെച്ചത്. ഇഫ്തറൈതുമൂഹു, നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ബാത്തിലിനെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകിയ ഹക്കുമായി നിങ്ങൾ കൂട്ടിക്കലർത്താൻ പാടില്ല. വഹ്ദറു കിത്മാൻ അൽ ഹഖി സ്വരീഹി മിൻ സിഫത്തി നബിയില്ലാഹി വറസൂലിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ഫീ കുതുബിക്കും. വഹ്ദറു, നിങ്ങൾ സൂക്ഷിക്കുക, കരുതിയിരിക്കുക. വഹ്ദറു കിത്മാൻ അൽ ഹഖി. കിത്മാൻ അതെന്താ? അതിൻ്റെ അത് ഏതിലാ ഇവിടെ? അത് ഏതാ? അത് ഇസ്മ, ഫഅല, ഹർഫ്? എന്താ അത്? ഏതാ? ഇസ്മിന് ഏതാ പെടുന്നത്?
കിത്മാൻ മസ്ദർ, കെതമ യക്തുമു കിത്മാൻ, അത് മസ്ദറാണ്. കിത്മാൻ മറച്ചു വെക്കൽ. കിത്മാൻ നിങ്ങൾ മറച്ചു വെക്കരുത്. വഹ്ദറു കിത്മാൻ അൽ ഹഖി, ഹക്കിനെ മറച്ചു വെക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കുക. കിത്മാൻ അൽ ഹഖി അസ്സരീഹി, വ്യക്തമായ ഹക്കിനെ നിങ്ങൾ മറച്ചു വെക്കരുത്. മിൻ സിഫത്തി നബിയില്ലാഹി വ റസൂലിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ഈ വ്യക്തമായ ഹക്ക്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തുകൾ, വിശേഷണങ്ങൾ. അതെവിടെയാണുള്ളത്? അല്ലത്തി ഫീ കുതുബിക്കും, നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിലുള്ള വ്യക്തമായ ഹക്കിനെ നിങ്ങൾ മറച്ചു വെക്കരുത്. അതായത് അവരുടെ കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിവരണങ്ങൾ പുറത്തേക്ക് പറയാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? മറച്ചു വെക്കരുത്. അത് നിങ്ങൾ പുറത്ത് പറയുന്ന ആൾക്കാർക്ക് എപ്പിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഹക്കും ബാത്തിലും നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. നിങ്ങളുടെ പക്കലുള്ള ഹക്കിനെ മൂടി വെക്കുകയും ചെയ്യരുത്. വഅൻതും തജിദൂനഹ മക്തൂബതൻ ഇൻദകും, വഅൻതും നിങ്ങൾ തജിദൂൻ, നിങ്ങൾ കണ്ടെത്തുന്നു. തജിദൂൻ മുദാരിഅല്ലേ? അൻതും തജിദൂനഹ, തജിദൂന ഈശ്, തജിദൂന ഈശ് ഹാ ഹാ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? തജിദൂനഹ എന്ന് പറയുമ്പോൾ ദമീർ ഏതാ? മുഅന്നസാണ്. അപ്പോൾ ഏതിലേക്കായിരിക്കും മടക്കം? സിഫത്തിലേക്ക്. തജിദൂന സിഫത്തഹ, സിഫത്തൻ നബി. തജിദൂന ഹ എന്നല്ല പറഞ്ഞേ. അപ്പോൾ അത് ദമീർ ഏതാ? മുഅന്നസിലേക്കായിരിക്കും മടങ്ങുക. വഅൻതും തജിദൂനഹ, നിങ്ങൾ ആ വിശേഷണങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നു. മക്തൂബത്തൻ, എങ്ങനെ കണ്ടെത്തുന്നു? രേഖപ്പെടുത്തപ്പെട്ടതായി. മക്തൂബത്തൻ ഏതാ വസ്ന്? മഫ്ഊലത്ത്. എന്തുകൊണ്ട് മക്തൂബത്ത്, മക്തൂബൻ എന്ന് പറയാതെ മക്തൂബത്തൻ എന്ന് പറഞ്ഞത്? ഏതിൻ്റെ വിശേഷണം? അത് സിഫത്തിൻ്റെ വിശേഷണം. അസിഫ മക്തൂബ, ഈ സിഫത്ത് നിങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. എവിടെ കണ്ടെത്തുന്നു? ഇൻദകും, നിങ്ങളുടെ പക്കൽ. ഫീമ തഅലമൂന മിനൽ കുതുബില്ലതി ബിഐദീകും, ഏതിലാണ് ഇതുള്ളത്? ഫീമ തഅലമൂൻ, നിങ്ങൾക്ക് അറിയുന്നതിൽ. മിനൽ കുതുബില്ലതി ബിഐദീകും, നിങ്ങളുടെ കൈവക്കലുള്ള കിതാബുകളിൽ നിങ്ങൾക്കറിയുന്നതിൽ നിങ്ങൾ കണ്ടെത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുക ചെയ്യരുത്. മനസ്സിലായല്ലോ? ഇപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താ? ഏതക്കാരെ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചെന്ന ഹക്കും നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ ബാത്തിലും കൂടി കൂട്ടിക്കലർത്തരുത്. 1. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നിങ്ങൾക്ക് വിവരമുള്ള സിഫത്തുകൾ, വിവരണങ്ങൾ നിങ്ങളുടെ കിതാബുകളിലുള്ളത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ മറച്ചു വെക്കരുത്. നിങ്ങൾക്ക് അത് നന്നായി അറിയാം. നിങ്ങളുടെ കയ്യിലുള്ള കിതാബിൽ അതുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടും ഈ പറഞ്ഞ ഹക്ക് നിങ്ങൾ മറച്ചു വെക്കുക ചെയ്യരുത്. അതാണ് അതിൻ്റെ തഫ്സീർ. ഇതിന് സമാനമായ ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലുണ്ട്. അതായത് യാ അഹ്ലൽ കിതാബി ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമൂനൽ ഹഖ വഅൻതും തഅലമൂൻ. ഏതാണ്ട് ഈ ആയത്തിന് സമാനമായത്. യാ അഹ്ലൽ കിതാബി ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിൽ. അവിടെ ചോദ്യ രൂപത്തിലാണ്, ഇവിടെ വിലക്കിൻ്റെ രൂപത്തിലാണ്. ലിമ തൽബിസൂൻ, നിങ്ങൾ എന്തിനാണ് കൂട്ടിക്കലർത്തുന്നത്? ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമൂനൽ ഹഖ വഅൻതും തഅലമൂൻ. ഇതേ ആയത്ത്, സമാനമായ ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലെ 71-ാമത്തെ ആയത്താണത്. ആൽ ഇംറാനിൽ തന്നെ 187-ാമത്തെ ആയത്തിലും സമാനമായ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, ഹക്കും ബാത്തിലും നിങ്ങൾ ഒരിക്കലും കൂട്ടിക്കലർത്തരുത്. അഹ്ലുൽ കിതാബിന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ കിതാബിൻ്റെ മാർഗങ്ങളായി 4ഓളം മാർഗങ്ങൾ രേഖപ്പെടുത്തിയത് ഇബ്നുൽ ഖയ്യിം ചിലടത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്, ഹക്കും ബാത്തിലും മിക്സ് ചെയ്യുക. 2, കിത്മാൽ ഹക്ക്, ഹക്ക് മിണ്ടാതിരിക്കുക. ഈ ആയത്തിൽ ഈ 2 എണ്ണം വന്നിട്ടുണ്ട്. ഇതല്ലാതെ വേറെ അവർക്ക് വഴികളുണ്ട്. പക്ഷേ അഹ്ലുൽ കിതാബ് പൊതുവെ സ്വീകരിച്ച 4 വഴികളുണ്ട്. 2 വഴി ഇതാണ്. പിന്നെ ഒരു വഴി തഹരീഫാണ്. ഖുർആനിൽ വന്നത് അതിനെ വാക്കുകൾ രൂപം മാറ്റുക, അതിൻ്റെ ആശയം മാറ്റുക, അതിൻ്റെ അർത്ഥം മാറ്റുക. ഖുർആനിലല്ല, അവരുടെ കിതാബുകൾ വന്നത് 3-ാമത്തെ വഴി. 4-ാമത്തേത്
സ്വന്തം കയ്യിൽ നിന്ന് ഖുർആൻ അവരുടെ കിതാബിലുള്ളതാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള വാചകങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുക. ഫവൈലുൽ യക്തുബുൽ കിതാബ ബിഐദീഹിം എന്ന് തുടങ്ങുന്ന ആയത്തിൽ വന്നതുപോലെ ഈ 4 രൂപങ്ങൾ ഇതൊക്കെ: 1 ഹക്കും ബാത്തിലും മിക്സ് ചെയ്യുക, 2 ഹക്കും ഉണ്ടാതിരിക്കുക, മറച്ചു വെക്കുക, 3 വന്നത് തഹരീഫ് എടുത്തുക, യുഹർരിഫൂൻ അൽ കലിമ അൻ മവാദിഇ, 4 പിന്നെ ലയ്യുൽ അൽസിനതി, നാവ് സംസാരം എന്ത് ചെയ്യുക, ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബിലുള്ളതാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ സംസാരിക്കുക. ലിതഹ്സബൂഹു മിനൽ കിതാബി വമാ ഹുവ മിനൽ കിതാബ്, അത് തൗറാത്തിലുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവർ സംസാരിക്കും. പക്ഷെ അത് തൗറാത്തിലുള്ളതായിരിക്കില്ല. അപ്പോൾ അത് ഈ പറഞ്ഞതൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന 4 കാര്യങ്ങൾ കൈവ രേഖപ്പെടുത്തിയത്. ഇതൊക്കെ: 1 ഹക്കും ബാത്തിലും മിക്സ് ചെയ്യുക, 2 ഹക്ക് മൂടി വെക്കുക, 3 തഹരീഫ്, 4 കിതാബുള്ളതെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ സംസാരിക്കുക. ഇതൊക്കെ അവരുടെ ശൈലികളിൽപ്പെട്ടതായിരുന്നു. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, ഹക്കിനെയും ബാത്തിലിനെയും നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. അതായത് ഈമാനും കുഫറും മിക്സ് ചെയ്യരുത്, ഹറാമും ഹലാലും മിക്സ് ചെയ്യരുത്, സുന്നത്തും ബിദ്അത്തും മിക്സ് ചെയ്യരുത്. ഇത് ബനു ഇസ്രായേലുകാർക്ക് മാത്രം ബാധകമല്ല, എല്ലാവർക്കും ബാധകം. ഇത് പൊതുവെ ജനങ്ങളാരും എന്ത് ചെയ്യില്ല, ബാത്തിൽ ഒരൊറ്റ അടിക്ക് അതിൻ്റെ പരിപൂർണ രൂപത്തിൽ പുറത്തു കൊണ്ടുവരില്ല. എല്ലാവരും ബാത്തിൽ കൊണ്ടുവരാൻ ക്രമേണയായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മുൻഗാമികൾ പറഞ്ഞ ബർബഹാരയുടെ കിതാബിൽ കാണാം: ഇഹ്ദറു സിഗാർ അൽ ബിദ, ഇയാക്കും സിഗാർ അൽ ബിദ, നിങ്ങൾ ചെറിയ ബിദഅത്തുകളെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദഅത്തിൻ കബീറത്തിൻ കാനത്ത് ബിദഅത്തൻ സഗീറ, എല്ലാ വലിയ വലിയ ബിദഅത്തുകളും അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ചെറിയ ബിദഅത്തായിരുന്നു. ബിദഅത്ത് ഒക്കെ തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും, വളരെ നിസ്സാരമായ രൂപത്തിലായിരിക്കും ആരംഭിക്കുക. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ടായ കടുത്ത ബിദഅത്തുകളിൽപ്പെട്ടതാണ് ജഹ്മിയത്തിൻ്റെ ബിദഅത്ത്. അള്ളാഹുവിൻ്റെ അസ്മാഉകളും സിഫാത്തുകളും മുഴുവൻ നിഷേധിക്കുകയാണ് അവർ ചെയ്തത്. പക്ഷേ അവർ തുടക്കത്തിൽ ആദ്യം അവർ പറഞ്ഞ കാര്യം ഇന്നല്ലാഹ ലം യുകല്ലിം മൂസ വലത്തഖദ ഇബ്രാഹിമ ഖലീല, അള്ളാഹു മൂസയോട് സംസാരിച്ചിട്ടില്ല, ഇബ്രാഹിമിനെ ഖലീലായി സ്വീകരിച്ചിട്ടില്ല എന്നാണ്. അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. തുടക്കത്തിൽ അതാ പറഞ്ഞു. പക്ഷേ അവരതിലൂടെ ഉദ്ദേശിച്ചത് അള്ളാഹു സംസാരിക്കുകയില്ല, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് ഇതിലേക്ക് എത്തിപ്പെടാനായിരുന്നു. അതുപോലെ ഇബ്രാഹിം നബിയെ ഖലീലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞതിലൂടെ അള്ളാഹുവിന് സിഫത്തുകളില്ല, അള്ളാഹു സ്നേഹിക്കുകയില്ല എന്ന് നിഷേധിക്കാനായിരുന്നു. പിന്നീട് അത് വലിയ ബിദഅത്തായി മാറി ഇസ്ലാമിക സമൂഹത്തെ മൊത്തത്തിൽ അപകടത്തിൽപ്പെടുത്തുന്ന പല പ്രശ്നങ്ങളിലേക്ക് അത് നയിച്ചു. റാഫിദിയ ബിദഅത്ത്, ഇസ്നാശരികളുടെ ബിദഅത്തുകൾ തുടങ്ങിയത് എങ്ങനെയാണ്? അഹ്ലുൽ ബൈത്തിൻ്റെ ഫضൽ പറഞ്ഞുകൊണ്ടാണ്, അഹ്ലുൽ ബൈത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടാണ്. അതിൽ ഹക്കുണ്ട്, അതിൽ ഹക്കില്ല എന്ന് ആരാ പറയുക? ഹക്കുണ്ട്, അതിന് അഹ്ലുൽ ബൈത്തിന് ഫضലുണ്ട്. പക്ഷേ ആ ഹക്ക് അവർ അവരുടെ പക്കലുള്ള ബാത്തിലുമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പ്രചരിപ്പിച്ചത്. അപ്പോൾ ആൾക്കാർ സ്വീകരിച്ചു. ഖവാരിജുകളുടെ ബിദഅത്ത് എല്ലാ കാലത്തും അവർ പ്രചരിപ്പിക്കുന്നത് എന്താ? അള്ളാഹുവിൻ്റെ ഖുർആൻ അനുസരിച്ച് വിധിക്കണം എന്നാണ്, റസൂലുള്ളാഹിൻ്റെ ഹദീസ് അനുസരിച്ച് വിധിക്കണം എന്നാണ്. ഹക്കാണ്, പറഞ്ഞത് ഹക്കാണ്. പക്ഷേ അതുകൊണ്ടാണ് അലി ഇബ്നു അബി ത്വാലിബ് അദ്ദേഹം അവരത് പറഞ്ഞപ്പോൾ അദ്ദേഹം മിമ്പറിൽ കയറിയാൽ ഒരു മസ്ജിദിൽ ഉച്ചത്തിൽ അട്ടഹസിക്കുമായിരുന്നു: ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹി വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹുവിനല്ലാതെ വിധി കൽപ്പിക്കാൻ അവകാശമില്ല, അള്ളാഹു മാത്രമാണ് വിധി. ഇത് ഒരു അട്ടഹസിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു: കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, സത്യത്തിൻ്റെ വാക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ബാത്തിലാണ്, അസത്യമാണ്. ഏത് ബിദ്അത്തിൽ, നമ്മുടെ നാട്ടിൽ നോക്കൂ, പല ബിദ്അത്തുകളും. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ: വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, ഹക്കിന് ബാത്തിലുമായി നിങ്ങൾ കൂട്ടിക്കൊടുക്കരുത്. ഇവിടുത്തെ ഒന്നാമത്തെ ഉദ്ദേശം ഏതാണ്? കുഫറിനെ, ഷിർക്കിനെ ഇസ്ലാമുമായിട്ട് നിങ്ങൾ കൂട്ടിക്കലർത്തരുത് എന്നാണ്. പക്ഷെ നോക്കൂ, ഇതേ ഖുർആനിൽ നിന്നാണ് ആൾക്കാർ എന്ത് പറയുന്നത്? സർവ്വമത സത്യവാദം പറയുന്നത്. നസറാനിയത്ത് സ്വീകരിച്ചാലും യഹൂദിയത്ത് ഒരാൾ സ്വീകരിച്ചാലും ഇസ്ലാം സ്വീകരിച്ചാലും അയാൾ അള്ളാഹുവിലേക്ക് തന്നെയാണ് എത്തിപ്പെടാൻ, രക്ഷപ്പെടുമെന്ന് പറയുന്നത് ഇതേ ആൾക്കാർ. ഇങ്ങനെ അള്ളാഹു പറ വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, ഹക്കിനെ ബാത്തിലുമായി മിക്സ് ചെയ്യരുത്. ഹക്ക് ഏതാണ്? അള്ളാഹു അവതരിപ്പിച്ചാണ്. ബാത്തിൽ ഏതാണ്? നിങ്ങൾ ഉണ്ടാക്കിയെടുത്താണ്. അതും ഇതുമായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത്. ഇത് എല്ലാ കാര്യത്തിലേക്കും ബാധകമാണ്. ഏത് ബിദ്അത്തുകൾ നിങ്ങൾ എടുത്തു നോക്കൂ, ബാത്തിൽ അതിൻ്റെ പരിപൂർണമായ സ്വരത്തിലുള്ള ബിദ്അത്തുകൾ അല്ലെങ്കിൽ വഴികേടുകൾ വളരെ ചുരുങ്ങിയതാണ്. ഇല്ലാന്നില്ല,
ഉണ്ട്, അങ്ങനെയുള്ളതുണ്ട്. പിശാചിനെ ആരാധിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, മറ്റു പലതും പറയുന്ന ആൾക്കാരുണ്ട്, തനിച്ച ബാത്തിൽ തന്നെ പറയും. പക്ഷേ പരിപൂർണ ബാത്തിൽ ആളുകൾക്കിടയിൽ എന്ത് ചെയ്യില്ല, സ്വീകാര്യത ലഭിക്കുകയില്ല വേഗത്തിൽ. എന്തെങ്കിലും ഹക്കിൻ്റെ മേമ്പൊടി ചേർക്കാതെ അതിന് പ്രചാരം ലഭിക്കുകയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അഹ്ലുസുന്നത്തിനോട് ഏറ്റവും എതിരിട്ട് നിൽക്കുന്ന മേഖലകളും സിഫത്തുകളുമായി ബന്ധപ്പെട്ട വിഷയം, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിഫത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ എന്താ പറയുക, ഞങ്ങൾ സിഫത്ത് നിഷേധിക്കുന്നതാണ് പറയാറുള്ളത്. അല്ല, അവർ പറയാം അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടികളെ പോലെയാണെന്ന് പറയേണ്ടി വരും. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഉപമിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയാൻ പാടില്ല. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ ആയത്തിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഏത് നമ്മുടെ നാട്ടിൽ നോക്കൂ, ഞങ്ങളിത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, അള്ളാഹോട് പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. പറയുന്നത് എന്താണ്? ഞങ്ങൾ ചെയ്യുന്നത് തവസ്സുലാണ്, ഞങ്ങൾ ചെയ്യുന്ന ശഫാഅത്ത് തേടലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തുക എന്നത് എല്ലാ കാലഘട്ടത്തിലുമുള്ള രീതിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനൊരിക്കലും ഈ രൂപത്തിൽ സംസാരിക്കാനേ പാടില്ല. ഒരിക്കലും ഹക്കും ബാത്തിലും മിക്സ് ചെയ്ത് സംസാരിക്കരുത്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീർ അദ്ദേഹം വളരെ മനോഹരമായ ഒരു പാഠം പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ പരിധിയിൽ ഉൾപ്പെടാവുന്ന ഒരു കാര്യമാണ് നിരീശ്വരവാദികളുടെയും ബിദ്അത്തുകാരുടെയും ആശയക്കുഴപ്പങ്ങൾ ആളുകൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കരുത് എന്നുള്ളത്. അദ്ദേഹം പറയാണ്, ജനങ്ങൾക്കിടയിൽ നീ ഏതെങ്കിലും ആശയക്കുഴപ്പത്തിന് മറുപടി പറയുന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ട കാര്യം ഇത് ആളുകൾക്കൊക്കെ ഇടയിൽ വ്യാപിച്ചിട്ടുണ്ടോ എന്നതാണ്. ആളുകൾക്കിടയിൽ വ്യാപിക്കാത്ത ബിദ്അത്ത് നീ എടുത്തു കൊണ്ടുവന്ന് മറുപടി പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ആളുകൾ ഇന്ന് വരെ കേൾക്കാത്ത ബിദ്അത്ത് നിന്നെ കൊണ്ട് കേൾക്കും. മനസ്സിലായി പറഞ്ഞത്? ഇതൊരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ന് ചില ആളുകൾക്ക് സംഭവിക്കുന്ന അപകടകരമായ അബദ്ധമാണിത്. ഇപ്പോൾ വലിയ വലിയ ദഅവാ രംഗത്തുള്ള ആൾക്കാരാണ് ഈ അബദ്ധം ചെയ്യുന്നത്. ഏതോ നാട്ടിൽ ഏതോ ഒരുത്തൻ 2-3 ആൾക്കാർ കേട്ട് തീർന്ന ഒരു പരിപാടി അത് എടുത്തു വന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു മനുഷ്യന് കൊണ്ടുവന്നിട്ട് അത് ക്ലിപ്പാക്കിയിട്ട് അതിന് മറുപടി പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവന് പ്രചാരം ലഭിക്കുകയാണ് ചെയ്തത്. ഇവൻ്റെ ഈ ദലാലത്ത് ആൾക്കാർ അറിയാണ് ചെയ്തത്. ഒരിക്കലും ഇതിൻ്റെ തഫ്സീൽ ഇബ്നു ഉസൈമീൻ പറഞ്ഞേക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും എന്ത് ചെയ്യരുത്, ജനങ്ങൾക്കിടയിൽ വ്യാപനം ലഭിച്ച ബിദ്അത്തല്ലാതെ മറുപടിക്ക് വേണ്ടി ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുവരരുത്. ഇനി കൊണ്ടുവരുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിക്കണം. അദ്ദേഹം പറയാൻ, പല ആളുകളും ബിദ്അത്ത് ചിലപ്പോൾ ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവന്നിടും, പക്ഷെ അതിനുള്ള മറുപടി അവന് അർഹമായ വിധത്തിൽ ചിലപ്പോൾ നൽകാൻ സാധിക്കില്ല. അതിന് ചിലർക്ക് കഴിവുണ്ടാവുള്ളൂ, ചില ആൾക്കാർക്ക് മറുപടി തരാൻ കഴിവുണ്ടാവില്ല. കാര്യം പഠിപ്പിക്കാൻ പറ്റും, പക്ഷെ മറുപടി തരാൻ കഴിവുണ്ടാവില്ല. ആൾക്കാർ ബിദ്അത്ത് കേൾക്കും, മറുപടി അവർക്ക് മനസ്സിലാവില്ല. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ശുബ്ഹത്തുകൾ എപ്പോഴും പലപ്പോഴും 2-3 വരി ഉണ്ടാവുള്ളൂ, പക്ഷെ മറുപടി 4-5 പേജ് പറഞ്ഞാലും തീരില്ല. ആശയക്കുഴപ്പത്തിന് ആകെ 2 സെക്കൻഡ് മതി, പക്ഷെ മറുപടി പറയണമെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ സംസാരിക്കേണ്ടി വരും. ആളുകൾ പലപ്പോഴും ഈ 2 സെക്കൻഡ് അവരുടെ മനസ്സിൽ പെട്ടെന്ന് പതിയും, ബാക്കിയുള്ള 1 മണിക്കൂർ സംസാരം ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ശുഭത്തുകൾക്ക് മറുപടി പറയുമ്പോൾ നല്ല ശ്രദ്ധ വേണം. ആളുകൾ അശ്രദ്ധരായിരിക്കുന്ന ബിദ്അത്തുകളെക്കുറിച്ച് നമ്മൾ കൊണ്ടുപോയിട്ട് അതൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ ഇടയിൽ എത്തിച്ചു കൊടുത്ത്, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ അടുത്ത് സംഭവിച്ച കാര്യങ്ങൾ പെട്ടതാണ്. ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നിരീശ്വരവാദികൾ പലതും പടുത്തു വിടുന്നുണ്ട്, പറഞ്ഞു വിടുന്നുണ്ട്. അതിൽ പലതും ദഈഫ ഹദീസാണ്, കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ്. ചില ഹദീസുകൾ സഹീഹാണ്, പക്ഷെ അതിന് ചില വിശദീകരണങ്ങളുണ്ട്. ബനു ഖുറൈള സംഭവം, ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എവിടെയോ ഇരുന്ന് സംസാരിക്കുന്ന 5-10 ആളുകൾ മാത്രം കേൾക്കുന്ന ഏതോ ഒരുത്തൻ്റെ പ്രസംഗം കൊടുത്തിട്ടിട്ട് നമ്മൾ വൈകുന്നേരം മുതൽ രാത്രി വരെ അതിന് മറുപടി അറിയാം, ഓരോന്നിട്ടിട്ട്. എന്താ സംഭവിക്കുക? ഇന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാത്ത ഒരുത്തൻ്റെ മുൻപിൽ നമ്മൾ വൈകുന്നേരം മുതൽ രാത്രി വരെ ഈ മോശം കാര്യങ്ങൾ മാത്രം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവനിത് മനസ്സിലാവില്ല. ഇവന് ഇത്രയും കാര്യം കേൾക്കാത്ത ഒരുത്തൻ ആകെ ഈ ഇടയിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമാണ് കാണുന്നത്. ചിലപ്പോൾ അതിൻ്റെ വിശദീകരണം നീ എത്ര വിശദീകരിച്ച് പറഞ്ഞാൽ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ചില സമയത്ത്. എന്തുകൊണ്ട്? കാര്യം ഹക്കല്ലാത്തതുകൊണ്ടല്ല, നിനക്ക് ചിലപ്പോൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് ആൾക്കാരുടെ മുന്നിലേക്ക് ശുഭഹത്തിട്ട് കൊടുക്കുമ്പോൾ നിനക്കതിന് നന്നായി മറുപടി പറയാൻ പറ്റുന്ന ഉറപ്പുണ്ടായിരിക്കണം.
ഇത് ചിലപ്പോൾ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്. അതേപോലെ തന്നെ നിരീശ്വരവാദികളായ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് സംസാരിക്കാൻ വിടുക. പലപ്പോഴും സുബ്ഹാനല്ലാഹ് നിരീശ്വരവാദികൾക്ക് തന്നെ അറിയണ്ടാവില്ല ഇങ്ങനെ ഒരുത്തനുണ്ടെന്ന്. അവനെ വിളിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അവനെ കൊണ്ട് സംസാരിപ്പിക്കുക. അവസാനം അവന് നിരീശ്വരവാദികളുടെ ഇടയിലും പേരായി, മുസ്ലിങ്ങളുടെ ഇടയിലും പേരായി. നിരീശ്വരവാദികൾക്ക് പോലും അറിയണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അങ്ങനത്തെ ഒരാളെ വിളിച്ചുകൊടുത്ത് സംസാരിപ്പിച്ചില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാനിത് ഒരിക്കലും ആരെങ്കിലും ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ടോ മറ്റോ പറയും. ഇത് വളരെ ദീനിനോട് ഗുണകാംക്ഷയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഒരിക്കലും ദീനൊരു അപകടം ഉണ്ടാക്കുന്ന വിധത്തിലാവരുത് നമ്മുടെ ദഅവത്ത്. ഒരു ബിദ്അത്തിന് മറുപടി പറയുന്നുണ്ട് എങ്കിൽ അതിനത് അർഹമായിട്ടുണ്ടോ, അതിനങ്ങനെ അവസരം ഇവിടെ നാട്ടിലെ ആൾക്കാർക്കിടെ എത്ര വ്യാപിച്ചിട്ടുണ്ടോ. ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഈ ഒരു കേട്ടുപരിചയം പോലും ഇല്ലാത്ത ബിദ്അത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ചില ബിദ്അത്തുകാർ ശിർക്കും കുഫറും പ്രചരിപ്പിക്കുമ്പോൾ മത്സരിക്കാൻ. എന്തിനു വേണ്ടി? കൂടുതൽ കടുപ്പമുള്ള കുഫർ ആരാണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഇങ്ങനെ കടുപ്പത്തിൽ മത്സരിക്കുന്നത്? ഇങ്ങനെ കടുപ്പത്തിൽ മത്സരിച്ചാലേ തൗഹീദുള്ള ആൾക്കാർ അവരുടെ ക്ലിപ്പിൽ ഓനിടുള്ളൂ. അപ്പോൾ അവന് പ്രചാരണം കിട്ടും. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഇതിനെ കൂടുതൽ കുഫർ പറയണം. കാരണം ഏറ്റവും കടുത്ത കുഫർ പറഞ്ഞവനെ പെട്ടെന്ന് പ്രചാരം കിട്ടും. അവർക്ക് പ്രചാരം കിട്ടിയാൽ മതി. അത് തിരിച്ചറിയാനുള്ള വിവേകം ദഅവത്തിലുള്ള ആളുകൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് മറുപടി അറിയരുത്. ചിലപ്പോൾ അവർ മുഖം മറച്ചു വെച്ചിട്ട് മറുപടി അറിയാം. ഇല്ലെങ്കിൽ അവർ പറയുന്ന ആദർശം പറയും, ഇങ്ങനെ ഒരുത്തൻ പറഞ്ഞു എന്നുള്ള മറുപടി ഇന്നതാണ്. ആളെ പേരൊന്നും പറയുന്നില്ല, നമുക്ക് ആശയത്തിന് മറുപടി പറഞ്ഞാൽ മതി. എപ്പോഴും ഇത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അഹ്ലുസുന്നത്തിൻ്റെ ഉലമാങ്ങൾ ചരിത്ര കിതാബ് റുദൂദുകളുടെ കിതാബുകൾ എടുത്തു നോക്കൂ. അവരെഴുതിയ മറുപടി ഗ്രന്ഥങ്ങളൊക്കെ ബിദ്അത്തിൻ്റെ റൂസുകൾ എഴുതിയ കിതാബുകൾക്കുള്ള മറുപടിയാണ്. ഇബ്നു തൈമിയ്യ എഴുതിയ മറുപടികൾ നോക്കൂ. ബിദ്അത്തിൻ്റെ തലവന്മാർ എഴുതിയതിനെ മറുപടി കൊടുത്തത്. കാരണം എന്താ? അവരെ പിടിച്ചാൽ ബാക്കിയുള്ളവർക്കൊക്കെ അത് ബാധകമാണ്. എന്നാൽ ഈ താഴേക്കടയിൽ കിടക്കുന്ന ഓരോന്നിനെയും പിടിച്ചു കഴിഞ്ഞാലോ ഒരു പ്രത്യേകിച്ചൊരു ഉപകാരം അതുകൊണ്ടില്ല. മാത്രമല്ല ഇവന് പ്രചാരം കിട്ടുന്നല്ലാതെ. ഇത് എപ്പോഴും ഈ ഹിക്മത്ത് ശ്രദ്ധിക്കണം. ബിദ്അത്തിന് മറുപടി. ഇത് ചില തഫ്സീർ എഴുതിയ ചില ആളുകളെ പറ്റി വിമർശിക്കപ്പെട്ട കാര്യമാണിത്. ചില ആൾക്കാർ തഫ്സീർ എഴുതി, ഞാൻ ആളെ പേര് പറയുന്നില്ല, വലിയ പ്രസിദ്ധമായ അറബി തഫ്സീറുകൾ ചിലത്. ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ തഫ്സീറിനെ കുറിച്ചാണ് പറഞ്ഞത്, ഫീഹി കുല്ലു ഷൈഇൻ ഇല്ല തഫ്സീർ. ഈ കിതാബിൽ എല്ലാം ഉണ്ട്, തഫ്സീർ മാത്രമേ ഇല്ലാത്തുള്ളൂ. കണക്കിന് തഫ്സീറുണ്ട്. പക്ഷേ ആ തഫ്സീറിൽ എന്താ ഉള്ളത്? ഓരോ ആയത്ത് കൊടുക്കും, എന്നിട്ട് അതിൽ ഈ ആയത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം പറയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ആക്ഷേപം 2-3 പേജ് ഉണ്ടാവും. മറുപടി 3-4 വരി ഉണ്ടാവും. ആക്ഷേപം ആശയക്കുഴപ്പവും വിശദമായി പറയാം, മറുപടി ചുരുക്കി പറയാം. അവർ പറയും മറ്റേ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ ബിദ്അത്തുകളും ദലാലത്തുകളും ഒക്കെ റൊക്കമായിട്ട് കിട്ടും. മറുപടി നസീഹത്താണ് പിന്നെ കിട്ടുള്ളൂ. ഗഡുക്കളായിട്ട് എപ്പോഴെങ്കിലും വരും. മറുപടി അപ്പം ഉണ്ടാവില്ല, അത് പിന്നെ പറയാൻ നേരം. ഇത്രയും ബിദ്അത്ത് പറഞ്ഞിട്ട് ഒരിക്കലും ബിദ്അത്തുകളെ നിസ്സാരമായി കാണരുത്. ആളുകൾക്കിടയിൽ ഇത് പ്രചാരം ലഭിക്കാൻ കാരണമാകുമോ എന്ന ശ്രദ്ധ എപ്പോഴും വേണം. ഏത് ബിദ്അത്താണെങ്കിലും അത് ഒരു ബലാവും ഇല്ലാത്ത ആൾക്കാരുടെ മുന്നിൽ എല്ലാ ബിദ്അത്തുകളെ കുറിച്ചും പറയരുത്. നല്ലൊരു മുസ്ലിമാരും മനുഷ്യൻ, സാധാരണക്കാരൻ 5 വക്ത് നിസ്കരിക്കുന്ന കാര്യമായി ഫോൺ ഇതൊന്നും ഉപയോഗിക്കാതെ ഒരു പ്രശ്നത്തിലില്ലാതെ നടക്കുന്ന ഒരുത്തനോട് പോയിട്ട് അശാരിയത്തിൻ്റെ ബിദ്അത്തും ജഹ്മിയത്തിൻ്റെ ബിദ്അത്തും വിശദമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവൻ അൽഹംദുലില്ലാഹ് റാഹത്തിൽ ജീവിക്കണം, ജീവിച്ചു പോയിക്കോട്ടെ. അവന് അഹ്ലുസുന്നത്തിന്റെ അഖീദ പഠിപ്പിച്ചു കൊടുക്കുക. മൊത്തത്തിൽ അതിന് എതിരെ വന്നേക്കാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അവന് ഫിത്ന ബാധിക്കാത്തവനെ പോയിട്ട് എന്ത് ചെയ്യരുത്, അവൻ ഇതൊക്കെ കൂടി ബാധിപ്പിച്ചു കൊടുക്കരുത്. അവൻ ചിലപ്പോൾ അപ്പോഴാണ് ചിന്തിക്കുക. എന്നാലും മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പഠിക്കേണ്ടി വരും. ഇങ്ങനത്തെ ദലാലത്തുകൾ വീണു പോകാതിരിക്കാൻ പറ്റും. മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കുക, വിശദമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എല്ലാ സമയത്തും യോജിച്ചത്. ഇത് ഇബ്നു ഉസൈമീൻ അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ നല്ല ഒരു ഫവായിദുകളിൽപ്പെട്ടതാണ്. സത്യവും അസത്യവും നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. അതല്ല, ഈ ആയത്തിൽ നിന്ന് ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു, ലൈസ ഹുനാക ഇല്ലാ ഹഖ്ഖുൻ വ ബാത്തിൽ. ദുനിയാവിൽ ഹക്ക് ബാത്തിൽ ഈ രണ്ടും അല്ലാതെ വേറൊരു സാധനമില്ല. ഒന്നല്ലെങ്കിൽ ഹക്ക് അല്ലെങ്കിൽ ബാത്തിൽ, ഇതല്ലാതെ മറ്റൊരു കാര്യമില്ല. ഒന്നല്ലെങ്കിൽ ഹക്കാണ് അല്ലെങ്കിൽ ബാത്തിലാണ്. ഇതിന് രണ്ടിനും ഇടയിൽ പെടാവുന്ന ഒരു കാര്യവും ഇല്ല തന്നെ. ഇതിന് അദ്ദേഹം ഖുർആൻ മൊത്തം എടുത്തു നോക്കിയാൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ദാലിക ബിഅന്ന അല്ലാഹ ഹുവൽ ഹഖു വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹി അൽ ബാത്തിൽ.
അള്ളാഹുവാണ് ഹക്കായിട്ടുള്ളവൻ, അവനാണ് ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളവൻ. അവന് പുറമേ ഉള്ളവരെല്ലാം ആരാധിക്കപ്പെടുന്നത് ബാത്തിലാണ്. അതിൽ കുറച്ച് അർഹതയുള്ളത് അങ്ങനെയില്ല. നബി ആണെങ്കിലും മലക്കാണെങ്കിലും ആരാധിക്കപ്പെടുന്നത് ബാത്തിലാണ്. ഹക്ക് ബാത്തിൽ ഇത് രണ്ടിനും ഇടയിലാണ് കാര്യമുള്ളത്. അതുപോലെ അള്ളാഹു പറഞ്ഞു ഫമാദാ ബഅദൽ ഹഖി ഇല്ല ദലാൽ, ഹക്കിന് ശേഷം ദലാലത്തല്ലാതെ മറ്റെന്താണ് ബാക്കിയുള്ളത്. ഹക്ക് ദലാൽ ഇങ്ങനെ സുനായിയാണ്, രണ്ടാണ്, രണ്ടര പോലുമില്ല, രണ്ട് മാത്രമേ ഉള്ളൂ. അതിൽ ഹക്ക് അല്ലെങ്കിൽ ബാത്തിൽ. ഇബ്നു ഉസൈമീൻ അദ്ദേഹം തന്നെ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തഫ്സീർ വായിച്ചാൽ വളരെ മനോഹരമാണ്. അദ്ദേഹം തന്നെ പറയാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചേക്കാം, ഹക്കാണെങ്കിൽ അതൊന്നല്ലെങ്കിൽ വാജിബായിട്ട് ചെയ്യണം അല്ലെങ്കിൽ സുന്നത്തായി ചെയ്യണം, ബാത്തിലാണെങ്കിൽ ഹറാമായിരിക്കും അല്ലെങ്കിൽ മക്രൂഹായിരിക്കും. പക്ഷേ ഇതിൻ്റെ രണ്ടിനും ഇടയിൽ പെടാവുന്ന ഒരു കാര്യം അതുള്ളത് മുബാഹുണ്ട്, അനുവദനീയമായ കാര്യം. അപ്പോൾ അത് ബാത്തിലാണോ ഹക്കാണോ? അദ്ദേഹം പറഞ്ഞു അത് നല്ലതിലേക്ക് നയിക്കുന്നു എങ്കിൽ ഹക്കാണ്, ഇല്ലെങ്കിൽ ബാത്തിലാണ്. നല്ലതിലേക്ക് നയിക്കുന്നില്ലേ ബാത്തിലാണ്. അദ്ദേഹം അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് തെളിവായി പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു ഷൈഇൻ യൽഹു ബിഹി റജുലു ബാത്തിൽ, ഒരു മനുഷ്യൻ വിനോദമായി കണ്ടെത്തുന്ന എല്ലാ കാര്യങ്ങളും ബാത്തിലാണ്. അത് വെറുതെ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ബാത്തിലാണ്. ഇല്ല റമ്യത റജുലി ബി ഖൗസിഹി, ഒരുത്തൻ അമ്പെയ്ത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അമ്പെയ്ത്തിന് വേണ്ടിയിട്ട് അത് വിനോദമായി കളിക്കുന്നുണ്ടെങ്കിൽ അതൊഴികെ, കാരണം അത് യുദ്ധത്തിന് ഉപകരിക്കും. വതഅദീബഹു ഫറസഹ്, അതുപോലെ അവൻ്റെ കുതിരയെ പരിപാലിക്കുകയും അതിനെ കുതിരയുടെ മുകളിലുള്ള ഇത് പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴികെ. വമുലാഅബതഹു ഇംറഅതഹു, അതുപോലെ അവൻ്റെ ഭാര്യയോട് കളിതമാശ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതൊഴികെ. ഈ മൂന്ന് കാര്യം ഇത് അനുവദനീയമാണ്, പക്ഷേ ഇതൊക്കെ മസ്ലഹത്തിലേക്ക് നയിക്കുന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മുബാഹായ എന്തൊരു കാര്യവും നല്ല ഒരു കാര്യത്തിലേക്ക് നയിക്കുന്നു എങ്കിൽ അത് അനുവദനീയമാണ്. നല്ലതിലേക്ക് നയിക്കാത്ത വെറുതെ ഉള്ള ഒരു കാര്യമാണ് എങ്കിൽ അത് ബാത്തിലാണ് അത് ഉൾപ്പെടെ എന്ന് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞതായി കാണും. ഫഇന്നഹുന്ന മിനൽ ഹഖി, അവിടുന്ന് പറഞ്ഞു ഈ പറഞ്ഞതെല്ലാം ഹക്കിൽപ്പെട്ടതാണ്. അമ്പെയ്ത്ത് പഠിക്കൽ, കുതിര സവാരി പഠിക്കൽ, ഭാര്യയോട് കളിതമാശകൾ പറയൽ, ഈ പറഞ്ഞ മൂന്നും അവിടുന്ന് പറഞ്ഞത് ഹക്കിൽപ്പെട്ട. കാരണം ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നല്ലതിലേക്ക് നയിക്കുന്ന കാര്യമാണ്. ഭാര്യയോട് തമാശ പറഞ്ഞിരിക്കുക എന്നുള്ളത് കുടുംബബന്ധത്തിന് ഇണക്കമുണ്ടാക്കും. കുതിരയുടെ യാത്ര പഠിക്കുക എന്നുള്ളത് മനുഷ്യന് ഭൗതികമായ പല ഉപയോഗങ്ങളും അതുപോലെ യുദ്ധത്തിൽ ഉപകരിക്കുന്ന അമ്പെയ്ത്ത് പഠിക്കാനുള്ള അതുപോലെ തന്നെ. ഈ പറഞ്ഞതിനോട് സമാനമാകുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ മൂന്ന് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൂന്ന് മാത്രമാണോ? അല്ല, ഈ മൂന്നിനോട് സമാനമാകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഭാര്യയോട് കളിച്ചിരിക്കുക എന്നുള്ളത് കുട്ടികളോട് കളിക്കുന്നത്, മക്കളോട് കളിക്കുന്നത്, ഇതിലിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. കുതിര ഓടിക്കുന്നതിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ വേറെ കാര്യങ്ങൾ അതിനുൾപ്പെടും. ഓരോ കാലഘട്ടത്തിലും അത് വ്യത്യാസപ്പെട്ടേക്കാം. ഇത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും അദ്ദേഹം പിന്നെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം മുസാറഅത്ത് പറഞ്ഞിട്ട്, മുസാറ എന്നെ മൽപ്പിടുത്തതിൻ്റെ മറിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓട്ട മത്സരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഉപകരിക്കുന്നതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് അനുവദനീയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും ചോദിക്കില്ല, യാത്ര പോകുമ്പോഴും മറ്റൊക്കെ ദൂരയാത്ര മറ്റു സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് യാത്ര നടത്തുന്നത്, നിങ്ങൾ എന്ത് കാര്യത്തിലാണെങ്കിലും നല്ലൊരു നീയത്ത് കരുതുക, എങ്കിൽ നിങ്ങൾക്കത് ഒരു ഹൈറിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തൊരു കാര്യമാണെങ്കിലും, എവിടെയെങ്കിലും കൂടിയിരിക്കുന്നതാണെങ്കിലും എവിടേക്കെങ്കിലും യാത്ര പോകുന്നതാണെങ്കിലും, വെറുതെ ഞാനൊന്ന് ഒരു ടൂർ നടത്തിയിട്ട് വരാം എന്ന് പറയുന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഒരാൾക്ക് വീക്ഷിക്കാം. അല്ലെങ്കിൽ ആ നാട്ടിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും പണ്ഡിതനുണ്ടെങ്കിൽ അയാളൊന്ന് പോയിട്ട് കാണാം. നിങ്ങൾക്ക് ഒരു ഇൽമിന് വേണ്ടിയുള്ള യാത്രയായി നമുക്ക് എന്തൊരു കാര്യത്തിനാണെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ്, പ്രത്യേകിച്ച് ഇത്രയും സമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ നമുക്കതിലൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇവിടുന്ന് റിയാദിലേക്ക് പോവാണ്, അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ലീവ് കിട്ടിയപ്പോൾ വെറുതെ പോകുന്ന ലീവ് കിട്ടിയതിൽ പോകണം അങ്ങനെ വിചാരിക്കുന്ന മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ കാണാൻ, അവരായിട്ട് കുറച്ച് നേരം വർത്തമാനം പറയാം, ഒന്ന് ബന്ധം പുതുക്കുക. നോക്കൂ, ഹദീസിൽ എത്ര വലിയ പ്രതിഫലം പറയപ്പെട്ട കാര്യമാണ്. ഒരാൾ അള്ളാഹുവിൻ്റെ പേര് സ്നേഹിക്കുന്ന ഒരാളെ കാണാൻ വേണ്ടി യാത്ര ചെയ്യുക എന്നുള്ളത്.
ആ ഒരൊറ്റ ഉദ്ദേശത്തിന് മാത്രം വേണ്ടി യാത്ര ചെയ്യാൻ വലിയ പ്രതിഫലം പറയപ്പെട്ട കാര്യം. അപ്പോൾ നിൻ്റെ ഒരു വെറുതെ ഉള്ള യാത്ര ഒരു കാര്യവുമില്ലാതെ ആക്കി തീർക്കുന്നതിന് പകരം അതിലൊരു പുണ്യം കൊണ്ടുവരാൻ നിയ്യത്തുകൾ കൊണ്ട് സാധിക്കുന്നതാണ്. ഇവിടെ കിത്മാനുൽ ഹക്ക്, സത്യം മൂടി വെക്കുക എന്നത് ഇദ്ദേഹം പറഞ്ഞു. കിത്മാനുൽ ഹക്ക് സൂറത്തുൽ ബഖറയിൽ തന്നെ ശക്തമായി വീണ്ടും ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായത് ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽന മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹും അല്ലാഇനൂൻ. ആയത്ത് ശക്തമായ താക്കീത് വന്ന ആയത്താണ്. നാം അവതരിപ്പിച്ച സത്യം ആയത്തുകൾ മറച്ചു വെക്കുന്നവർ അവർ അള്ളാഹു ശപിക്കുന്നതാണ്, ശപിക്കുന്നവരെല്ലാം അവരെ ശപിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ വന്ന കാര്യം മറച്ചു വെക്കുക എന്നുള്ളത് സൂറത്തുൽ ബഖറയിൽ തന്നെ ശക്തമായി ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. എപ്പോഴാണ് ഒരു കാര്യം, ഒരു ഹക്ക് മറച്ചു വെക്കുക എന്നതിലൊരാൾ ഉൾപ്പെടുക? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഒരു ഹക്ക് നീ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നീ സംസാരിക്കേണ്ടതുള്ളൂ. അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ മിണ്ടാതിരിക്കുക. ഞാൻ പഠിച്ച വിഷയം, നമ്മൾ ദീനിൽ പഠിച്ച എല്ലാ കാര്യവും എല്ലാ സമയവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, മിണ്ടാതിരിക്കുന്നുണ്ട്. അതൊക്കെ സത്യം മൂടി വെക്കലാണോ? നമ്മൾ ദീനിൽ പലതും പഠിച്ചിട്ടുണ്ട്, അതെല്ലാം എല്ലാ സമയവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ല, നമ്മൾ മിണ്ടാതിരിക്കല്ലോ. ഇപ്പോൾ പലപ്പോഴും സംസാരിക്കും, വെറുതെ ഇരിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ. ശരി, എപ്പോഴാണ് സത്യം മൂടി വെക്കുന്നവനാകുന്നത്? സത്യം പുറത്തു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. സത്യം പുറത്തു പറയേണ്ട സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുക? രണ്ടാലൊരു സാഹചര്യത്തിലാണ്. ഒന്നല്ലെങ്കിൽ നിന്നോട് ഒരാൾ ഒരു വിഷയത്തിലുള്ള സത്യം നാവ് കൊണ്ട് ചോദിച്ചറിഞ്ഞു, അപ്പോൾ നിനക്ക് അത് അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കൽ വാജിബാണ്. ഒന്നല്ലെങ്കിൽ തലബുൻ ബിൽ മക്കാൽ, നാവ് കൊണ്ട് ഒരാൾ നിനക്ക് അറിയുന്ന ഒരു സത്യത്തെക്കുറിച്ച് ചോദിച്ചു, അപ്പോൾ നീ അത് പറഞ്ഞു കൊടുക്കൽ നിനക്ക് വാജിബല്ല. നീ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണോ? ഇല്ല, മനസ്സിലായി ഞാൻ പറഞ്ഞത്? നീ പഠിച്ച സത്യം മൂടി വെക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ സത്യം മൂടി വെക്കണോ? അല്ല, എന്നോട് ഒരാൾ ഒരു കാര്യം ചോദിച്ചു, എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കൽ. ചില സന്ദർഭത്തിൽ നാവ് കൊണ്ടൊരാൾ ചോദിച്ചു കൊള്ളണമെന്നില്ല, മറിച്ച് സാഹചര്യം ചിലപ്പോൾ ഞാൻ സത്യം തുറന്നു പറയാൻ ആവശ്യപ്പെടുന്ന സമയമാകും. അതാണ് തലബുൻ ബിൽഹാൽ, അവസ്ഥ, സാഹചര്യം എന്നിൽ നിന്ന് സംസാരം ആവശ്യപ്പെടുക. ഉദാഹരണത്തിന് ഒരു തിന്മ ഒരാളുടെ മുന്നിൽ നടക്കുന്നു, നിനക്കറിയാതെ തിന്മയാണ് എന്ന്, എങ്കിൽ നീ അത് തിരുത്തി കൊടുക്കൽ ബാധ്യതയാണ്. അവിടെ നീ മിണ്ടാതിരുന്നാൽ സത്യം മൂടി വെക്കലാകും. മനസ്സിലായി പറഞ്ഞേ? ഒന്നല്ലെങ്കിൽ ചോദിക്കപ്പെടണം, അല്ലെങ്കിൽ സാഹചര്യം ആവശ്യപ്പെടണം. ഈ സമയത്താണ് സത്യം ഒരാൾ പുറത്തു പറയേണ്ടത്, അയാൾക്ക് അറിയുന്ന സത്യം അയാൾ സംസാരിക്കേണ്ടത്. എന്നാൽ ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, 3 സന്ദർഭങ്ങളിൽ ഒരാൾക്ക് സത്യം മൂടി വെക്കാൻ അനുവാദമുണ്ട്. 3 സന്ദർഭങ്ങൾ ഒരാൾക്ക് സത്യം പറയാതിരിക്കാൻ മൂടി വെക്കാൻ അനുവാദമുണ്ട്. ഒന്ന്, അയാളോട് ഒരു കാര്യം ചോദിച്ചു, അയാൾക്ക് അതിൻ്റെ ഉത്തരം വ്യക്തമായി അറിയില്ല, ചെറുതായിട്ട് അറിയാം പക്ഷെ വ്യക്തതയില്ല, എവിടെയോ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചില ഭാഗങ്ങൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്, ചിലത് മനസ്സിലായിട്ടില്ല, പരിപൂർണമായ വ്യക്തമായ വിവരം അയാൾക്ക് വന്നെത്തിയിട്ടില്ല, എങ്കിൽ അയാൾക്ക് മിണ്ടാതിരിക്കാം. ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആളുകളിൽ പലരും ഒരു ചോദ്യം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഉത്തരം പറയാൻ. വേറെ ആരോടെങ്കിലും ചോദിക്കുന്ന ചോദ്യത്തിൽ വരെ ചില ആൾക്കാർ ചിലപ്പോൾ ചാടിക്കയറിയിട്ട് ഉത്തരം പറഞ്ഞാൽ, ചിലപ്പോൾ ഇപ്പുറത്ത് വേറെ ആരോട് വന്ന് ചോദിച്ചായിരിക്കും, പക്ഷേ അതിനു വരെ ആൾക്കാർ ഉത്തരം പറയാൻ തിരക്കൂട്ടാണ്. സ്വഹാബികൾ അവരോട് ഒരു മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളോട് ഇവിടുന്ന് ചോദ്യം ചോദിക്കും, അപ്പോൾ അയാൾ വരെ അപ്പുറത്തുള്ളവനോട് ചോദിക്കുക, അയാൾ വരെ അപ്പുറത്തുള്ളവനോട്, അവസാനം എല്ലാവരും പോയി ഇവിടെ തന്നെ എത്തും, ഒരാൾ പോലും മറുപടി പറയാതെ. പക്ഷേ ഇന്ന് ഒരാൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ചോദ്യം ചോദിച്ചാൽ ആൾക്കാർ മറുപടി തന്നെ തരും. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് മറുപടി പറയാൻ തിരക്കൂട്ടാണ് ആൾക്കാർ. നിനക്ക് ഒരു കാര്യം വ്യക്തമായി അറിയുക എന്ന് പറഞ്ഞാൽ നിനക്ക് വ്യക്തമായി അറിയണം. നിനക്ക് വെറുതെ എവിടെയും കേട്ടതായി തോന്നിയാൽ പോരാ, വ്യക്തമായി നിനക്ക് അറിവുണ്ടായിരിക്കണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ക്ലാസ്സിലൊരു കാര്യം കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ചിലപ്പോൾ ഒരാൾ ചോദിക്കുന്നത്
അയാളുടെ ചോദ്യത്തിൽ തിരിച്ചു ചോദിക്കേണ്ട പലതും ഉണ്ടായിരിക്കും. ഒരാൾ നമ്മളോട് ഞാനിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ നീ ചെയ്തു എന്ന് പറയാൻ ചിലപ്പോൾ പറ്റില്ല. കാരണം അയാളോട് അയാളുടെ സാഹചര്യം എന്താണ്, അയാളുടെ അവസ്ഥ എന്താണ്, അയാളുടെ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ചോദിച്ചറിഞ്ഞാലേ ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പല ആൾക്കാരും ഉത്തരം ചില കാര്യങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആൾക്കാർ ഈ തലാഖിൻ്റെ വിഷയത്തിൽ ഇടപെടുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഭാര്യമാർ പറയും ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയാണ് ഉടനടി ഫത്വ കൊടുക്കുക, ഒരു കുഴപ്പമില്ല, ഭർത്താവിൻ്റെ അടുത്തുനിന്ന് വീട്ടിൽ പോയിക്കും, സ്വന്തം വീട്ടിൽ പോയി. അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെയൊക്കെ ഉടനടി തലാഖിലേക്കും. ഇങ്ങനെ ആൾക്കാർ ചാടിക്കയറി ഫത്വ കൊടുക്കാൻ തുടങ്ങിയാൽ ആളുകളുടെ കുടുംബജീവിതം തകർന്നു പോകും. എത്രയോ ആൾക്കാർ ഇങ്ങനെ പ്രശ്നത്തിലകപ്പെട്ടത് നമുക്ക് തന്നെ അറിയാം. അപ്പം നിനക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കുന്നത് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. ഉത്തരം പറയുന്നതിനേക്കാൾ നിനക്ക് സന്തോഷം തോന്നുന്നുണ്ട് അറിയില്ല എന്ന് പറയുന്നില്ലാണ്. കാരണം അറിയില്ല എന്ന് പറഞ്ഞാൽ കുറേ സമാധാനമാണ്. അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മടി വിചാരിക്കേണ്ട കാര്യമല്ല. അപ്പോൾ അറിയാത്ത കാര്യമാണെങ്കിൽ മിണ്ടാതിരിക്കുക. നീ അവിടെ സംസാരിക്കാൻ നീ ബാധ്യസ്ഥനേ അല്ല. ആൾക്കാർക്ക് അങ്ങനെ തോന്നല്ലോ, കുറച്ച് പഠിച്ചു തുടങ്ങിയാൽ ദുനിയാവിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും ഞാൻ സംസാരിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങളെല്ലാം അന്ധകാരത്തിലായി പോകുമെന്ന തോന്നൽ. എല്ലാത്തിലും സംസാരിക്കണം, എല്ലാത്തിലും മറുപടി. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൂടി വന്നതോടുകൂടി എല്ലാത്തിലും സംസാരിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവുള്ളത് പോലെയാണ്. അങ്ങനെ സംസാരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാര്യങ്ങളിൽ അവധാനത കാണിക്കാനാണ് ഒരു മുസ്ലിം ശ്രദ്ധിക്കുന്നത്. ഇത് പരലോകത്തേക്ക് എത്തിയതൊക്കെ നമ്മൾ മറുപടി അറിയേണ്ടി വരും. നമ്മൾ സംസാരിക്കാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് നോക്കി എത്ര സംസാരം കുറവുള്ള ആൾക്കാരായിരുന്നവർ. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഞാൻ സംസാരിച്ചതിനേക്കാൾ കൂടുതൽ ഖേദിച്ചിട്ടുള്ളത്, ഞാൻ മിണ്ടാതിരുന്ന സമയത്തേക്കാൾ കൂടുതൽ ഖേദിച്ചിട്ടുള്ളത് സംസാരിച്ച സന്ദർഭങ്ങളിലാണ്. നമുക്കൊരു സ്വഹാബി പറയുന്ന വാക്കാണിത്. പക്ഷെ ഇന്ന് ആളുകൾ സംസാരം അധികരിപ്പിക്കാം. ചോദിച്ചാൽ മിണ്ടാതിരിക്കാനോ അതുള്ളൊരു സമയത നിങ്ങൾക്ക് അറിയില്ലേ മിണ്ടാതിരിക്കാം. ഒന്ന്. രണ്ടാമത്തേത് ചില സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാകുക എന്ന് നിനക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അങ്ങനെ നിനക്ക് തോന്നുകയാണെങ്കിൽ മിണ്ടാതിരിക്കുക. നിനക്കറിയുന്ന കാര്യമാണെങ്കിൽ പോലും മിണ്ടാതിരിക്കുക. പക്ഷേ ഇതൊക്കെ വേർതിരിക്കാൻ അതിൻ്റേതായ മാനദണ്ഡങ്ങളുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ ഹക്കിൻ്റെ ഒരു അംശം മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ. അവനോട് ഇപ്പോൾ തന്നെ എല്ലാ ഹക്കും വിശദമായി പറഞ്ഞാൽ ചിലപ്പോൾ അവന് താങ്ങില്ല. അവന് പതുക്കെ പറഞ്ഞു കൊടുത്താണ്. അവനോട് എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് ചിലപ്പോൾ അവന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവനത് ഉൾക്കൊള്ളാൻ മാത്രം. ഒരു മുസ്ലിമായി വന്ന ഒരാൾ, അയാൾ ആകെ തൗഹീദ് മനസ്സിലാക്കിയിട്ട് വന്ന നിസ്കാരം അയാൾ കേട്ടിരുന്നു, ഓക്കെ അയാൾക്ക് റെഡിയാണ്. വന്ന പാടെ അയാളോട് ഇനി ഇങ്ങനെയുണ്ട്, അവിടെ ഇത്രയുണ്ട്, ഇവിടെ ഇത്രയുണ്ട്, അയാളാകെ ചിലപ്പോൾ പേടിപ്പിക്കരുത്. ആൾക്കാർക്ക് ഇത് പ്രയാസകരമായി തോന്നിക്കരുത്. എല്ലാ മനുഷ്യരും സഹാബികളെ പോലെ ജീവിക്കാൻ പറ്റുന്നവരല്ല. സഹാബികൾ തന്നെ എല്ലാവരും ഒരേ പദവിയിലായിരുന്നില്ല. ചിലപ്പോൾ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, എനിക്ക് പിന്നെ ദീൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നമ്മുടെ അടുത്താണ് ഒരാൾ അങ്ങനെ വന്നിട്ട് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ അയാളോട് കൊടുക്കുന്ന ഉത്തരം എന്തായിരിക്കും? ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, ഇന്ന ശറാഇ അൽ ഇസ്ലാമി ഖദ് കസുറത്ത്, ഇന്ന ശറാഇ അൽ ഇസ്ലാമി ഖദ് കസുറത്ത്, എനിക്ക് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ ധാരാളം കൂടുതലാണ്, എനിക്ക് പറ്റുന്നില്ല അതെല്ലാം കൂടി ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് ഒരു അമൽ പറഞ്ഞുതരാം, ഞാനത് മുറുകെ പിടിച്ചോളാം. നമ്മളോട് ഒരാളത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്തായിരിക്കാം നീ എന്ത് വർത്താനം പറയുന്നത് എന്നല്ലേ നമ്മൾ ചോദിക്കാനോട്? ഇത് ഇത്ര കൂടുതലുള്ള അങ്ങനെയല്ലേ ചോദിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ അൻ ദിക്രില്ലാ, നിൻ്റെ നാവ് എപ്പോഴും ദിക്ർ കൊണ്ട് നീ നനച്ചു വെക്കുക. നോക്കുക, അയാളോട് പറഞ്ഞു കൊടുത്താൽ തന്നെ അയാൾക്ക് അതേ പറ്റുള്ളൂ. അയാൾക്ക് പറ്റുന്നത് പറഞ്ഞു കൊടുക്കുക. അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യമില്ലല്ലോ, അയാൾക്ക് പറ്റുന്നത് പറഞ്ഞു കൊടുക്കുക. വേറൊരിക്കലൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ നബിയെ താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇന്നി സായിലുക മുശദ്ദിദുൻ അലൈക ഫലാ തജിദ് അലൈ, ഞാൻ താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, കുറച്ച് കടുപ്പത്തിലായിരിക്കും ചോദിക്കുക, എന്നോട് വിഷമം തോന്നിക്കരുത്. അവിടെ നിന്ന് പറഞ്ഞു, സാർ ചോദിക്കാൻ പറഞ്ഞു. ആദ്യം ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ അള്ളാഹു ആണ് അയച്ചത്, അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, രാവിലെ വൈകുന്നേരം 5 നേരത്തെ നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ടോ എൻ്റെ മേൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ നിർബന്ധമാണ്. ഇല്ല അൻ തതവ്വ,
നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നിനക്ക് സുന്നത്ത് സ്കരിക്കാം. സക്കാത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റമദാനിലെ നോമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. ഒക്കെ ഇതിന് അവിടുന്ന് പറഞ്ഞു അതെ നിർബന്ധമുള്ളത് ഇത്രയാണ്, നിനക്ക് ഉദ്ദേശിക്കുന്നെങ്കിൽ സുന്നത്തിയാവുക. ആ മനുഷ്യൻ അതാണ് പറ്റുന്നത്. അങ്ങനത്തെ ആൾക്കാരും ദുനിയാവിലുണ്ട്. ഒരു മുസ്ലിം ആണെങ്കിൽ എല്ലാം ചെയ്താലേ പറ്റുമെന്ന് പറ്റില്ല. എല്ലാവർക്കും എല്ലാം പറ്റുന്ന ആൾക്കാരായിക്കൊള്ളുന്നില്ല. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ആരും ദീനിലെ എന്തെങ്കിലും വിധിവിലക്കുകൾ കുറവ് വരുത്താനല്ലേ നീ പറയുന്നത്, ആൾക്കാരുടെ അവസ്ഥകൾ മനസ്സിലാക്കാനാണ്. അപ്പോൾ അയാൾ തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു, വല്ലാഹി ലാ അസീദു അലാ ദാലിക വലാ അൻഖുസ്. ഈ പറഞ്ഞതിൽ ഞാൻ കൂടുതലും ചെയ്യില്ല, കുറക്കില്ല. ഈ പറഞ്ഞ് ഞാൻ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകുമ്പോൾ അടുത്ത് പറഞ്ഞു, ലൈൻ സദഖ അഫ്ലഹ ഇൻ സദഖ. പറഞ്ഞ സത്യമാണെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു. വാജിബ് ചെയ്യുക, അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ജയിക്കുന്നതാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. സഹോദരങ്ങളെ, ആളുകളുടെ അവസ്ഥകൾ പരിഗണിക്കൽ ആവശ്യമാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടായിരിക്കും, മാനസിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, ചിലത് കേൾക്കാൻ താങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, ബുദ്ധി നിലവാരത്തിൽ വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവും, ഭൗതികമായ ദാരിദ്ര്യത്തിലും മറ്റും അകപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ടാവും. പലരും പല തിരക്കാരാണ്. ഇത് മനസ്സിലാക്കാതെ ആളുകളോട് എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്. ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി കളയും. ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇബ്നു ഉസൈമീൻ അദ്ദേഹം തന്നെ കൊടുത്ത ഹദീസുകൾ പെട്ടതാണ്. അലി ഇബ്നു അബി താലിബിൻ്റെ വാക്ക്. അദ്ദേഹം പറഞ്ഞു, ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ. ജനങ്ങൾക്ക് അറിവുള്ളത് വെച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക, അവർക്ക് അറിവുള്ളതും വെച്ച് സംസാരിക്കുക. അതുരീദൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു. അള്ളാഹുവിനെ റസൂലിനെ ജനങ്ങൾ കളവാക്കുന്നത് ആണോ നീ ആഗ്രഹിക്കുന്നത്? അത് അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം ആദ്യം തന്നെ അവരോട് പോയി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാൽ പതുക്കെ പതുക്കെ പറഞ്ഞു കൊടുത്താലോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ട് പലപ്പോഴും ഇതിന് പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സംഭവിച്ചു പോകുന്നൊരു അബദ്ധമാണ്, തുടക്കത്തിൽ പഠിച്ചതൊക്കെ പറയാന്നുള്ളത്. പഠിച്ചതെല്ലാം പറയാൻ അനുയോജ്യമായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നമ്മൾ നഹ്വിനെ കുറിച്ചോ സർഫിനെ കുറിച്ചോ ഒരു ധാരണയില്ലാതെ ദർശനം കൊടുക്കുമ്പോൾ തന്നെ ഓരോ ആയത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അറാബ് ഇങ്ങനെയാണ്, ഇവിടെ സർഫ്, അവിടെ റഫാണ്, ഇവിടെ ജസ്മാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? എന്തേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയാം. ഓരോരുത്തരുടെയും അവരെ പതുക്കെ അത് നമുക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിന് പറ്റാത്ത ആളുകളുണ്ടാവും, പറ്റുന്ന ആളുകളുണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പഠിച്ചു എന്നാൽ ഇനി അത് എല്ലായിടത്തും അതന്നെ എങ്ങനെ പറയരുത്. ആൾക്കാരുടെ അവസ്ഥകൾ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. ഇബ്നു മസ്ഊദ് അദ്ദേഹം പറഞ്ഞു, ഇന്നക ലൻ തുഹദ്ദിസ ഖൗമൻ ഹദീസൻ ലാ തബ്ലുഗുഹു ഉഖൂലുഹും ഇല്ലാ കാന ലിബഅദിഹിം ഫിത്ന. ജനങ്ങൾക്ക് അവരുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നീ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവരിൽ ചിലർക്ക് ഫിത്നയാകാതിരിക്കുകയില്ല. അപ്പോൾ അതിൽ ചിലർ സിഫത്തിൻ്റെ വിഷയത്തിലുള്ള ഹദീസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, അവരോട് സംസാരിക്കരുത്. അപ്പോൾ ഓരോരുത്തരുടെയും വൈജ്ഞാനിക നിലവാരം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇല്ലാതെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ചിലപ്പോൾ താങ്ങില്ല, ചിലപ്പോൾ അത് വലിയ പ്രയാസമുണ്ടാക്കും. അപ്പോൾ അത്തരം സമയങ്ങൾ മിണ്ടാതിരിക്കാം. ചിലപ്പോൾ ഒരാൾ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, അയാൾക്ക് ചിലപ്പോൾ നീ മുഴുവനായി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോഴത്തെ അയാളുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായത് അയാൾക്കപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അത് അയാളോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അത് ഹക്ക് മൂടിയൊക്കെ അല്ല, അയാൾക്ക് അത്രയും താങ്ങുള്ളൂ. അപ്പോൾ അയാളുടെ അവസ്ഥ മനസ്സിലാക്കി അത്രയും പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നാൽ വേറെ ഒരാൾ ചിലപ്പോൾ, അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു ചോദ്യം വന്നു. എൻ്റെ ഓർമ്മയിൽ ആ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ചോദ്യം വന്നു. ആ ചോദ്യം നമ്മൾ ഈ കടയിൽ പോയി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധനത്തിൻ്റെ ഒപ്പം അത് പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു എന്തെങ്കിലും സാധനത്തിൽ ആൾ പൊതിഞ്ഞിട്ടാണ് തരാൻ. അപ്പോൾ ആ പൊതിഞ്ഞ് കിട്ടുന്ന പേപ്പർ അല്ലെങ്കിൽ ആ കാലത്ത് എന്തിലാണോ പൊതിഞ്ഞു കൊടുത്തിരുന്നത് അതിന് വേറെ തുക കൊടുക്കേണ്ടതുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഇമാം അഹ്മദ് അദ്ദേഹം ചോദിച്ചു, ഇത് ആരുടെ ചോദ്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വളരെ സൂക്ഷ്മത കൊണ്ട് അറിയപ്പെട്ടൊരു സ്ത്രീയുടെ പേര് പറഞ്ഞു. അവരുടെ ചോദ്യമായിരുന്നു അത്. അവർ പറഞ്ഞു അവർക്ക് ആ ചോദ്യം അനുവദനീയാണ്. വേറെ ആൾക്കാർ ചോദിച്ചാൽ അദ്ദേഹം അതിന് ഉത്തരം പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവരത്രയും സൂക്ഷ്മതയുള്ള ആളാണ്, അവർക്കത് ഓക്കെ, അവർക്ക് ആ ചോദ്യം അനുവദനീയമാണ്. അല്ലാത്തവൻ അത് ചോദിക്കുന്നത് കൊണ്ട് അവന് പ്രത്യേകിച്ചൊരു ഉപകാരമില്ല. ഓരോരുത്തരുടെയും സൂക്ഷ്മതയുടെ നിലവാരം, ഇബാദത്തിൻ്റെ നിലവാരം, വിജ്ഞാനത്തിൻ്റെ നിലവാരം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടും അവരുടെ അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ടും മാത്രമേ മറുപടി കൊടുക്കാൻ
പാടുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. 2. മൂന്നാമത്തെ കാര്യം, ഒരാൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം ശരിയല്ലെങ്കിൽ നിനക്ക് ഉത്തരം പറയാതിരിക്കാം, ഉണ്ടാതിരിക്കാം. ഉദാഹരണത്തിന് ചില ആൾക്കാർ ചിലപ്പോൾ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ കാലത്ത് അത് കൂടുതലാണ്. അവരെക്കുറിച്ച് എന്താ അഭിപ്രായം, ഇവരെക്കുറിച്ച് എന്താ അഭിപ്രായം, ഇന്നയാളുടെ അഭിപ്രായം എന്താ. ഇങ്ങനെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരാൾ ചോദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാതിരിക്കാം. നീ പറയണമെന്നില്ല. ആൾക്കാരുടെ പരീക്ഷണത്തിന് മുന്നിൽ ഇരുന്ന് കൊടുക്കേണ്ട യാതൊരു നിർബന്ധവും എനിക്കില്ല. അതുപോലെ തന്നെ ചില ആളുകൾ ചിലപ്പോൾ ജനങ്ങൾക്കിടയിൽ ഫിത്ന വരുത്താൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കാം. നിന്റെ അടുത്ത് നിന്ന് ഒരു ഉത്തരം കിട്ടണം, ആ ഉത്തരം കിട്ടിയിട്ട് വേണം ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് ഈ കാലത്ത് ഇത് ഉത്തരം പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഫോണിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പിന്നീട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായിരിക്കും ഉദ്ദേശം. അവൻ ആ മസാല അറിയാൻ യാതൊരു ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഉത്തരം കൊടുക്കരുത്. കാരണം ചിലപ്പോൾ നിൻ്റെ ആ ഒരൊറ്റ ഉത്തരം കൊണ്ട് കുറേ ആൾക്കാർ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തർക്കത്തിലായി പോകും. അവരുടെ സമയവും അവരുടെ ഇബാദത്തുകളൊക്കെ ബാത്തിലാവും. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ഇത് ശ്രദ്ധിക്കണം. നമ്മളൊരു വർത്തമാനം കാരണം മുസ്ലിം സമൂഹത്തിലൊരു ഒരു 100 ആൾക്കാർ അല്ലെങ്കിൽ 10 ആൾക്കാർ ഒരു 2 മാസം ഷൂലായി നടക്കുക എന്ന് പറയുന്നത് ഇത്ര ഒരു പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു വിഷയം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് എന്തുണ്ടാവും, കുഴപ്പമുണ്ടാവും, ശ്രദ്ധിക്കണം. അപ്പോൾ ആൾക്കാർ ചോദിച്ചാൽ ഫിത്ന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുത്തനാണെങ്കിൽ ഉണ്ടാതിരിക്കുക, മറുപടി അറിയുന്നില്ല. അത് പലപ്പോഴും ആൾക്കാർ ചോദിക്കുകയാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ ഈ വീടുകളിൽ ഫ്രെയിമിൽ ഫോട്ടോ തൂക്കുന്നത് പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തസ്വീർ ചിത്രമുള്ള വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല. അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ദർശനം സംസാരിക്കുമ്പോൾ ഒരാൾ ഒരു ചെങ്ങാതി തൂണുമങ്ങനെ ചാരിക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്ഖ് സൂറത്തുൽ മുലൂക്ക് രാജാക്കന്മാരുടെ ചിത്രമൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ടല്ലോ. അവൻ്റെ ഉദ്ദേശം രാജാക്കന്മാരുടെ ചിത്രത്തിൻ്റെ വിധി അറിയലല്ല, അതിനൊരു ഉത്തരം കിട്ടിയിട്ട് വേണം അതെവിടെയെങ്കിലും പ്രചരിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കാൻ. അതാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും ചിത്രം തൂക്കാൻ പാടില്ല എന്നാണ്. അതിലെല്ലാം പെട്ട് ഇനി പ്രത്യേകം ഓരോന്നും പറയണമെന്നില്ല. ഇന്ന് കാലത്ത് ഇതേപോലെ പലരും ചോദിക്കുന്നതാണ്. ദീൻ്റെ വിധിവിലക്കുകൾ പറഞ്ഞാൽ അപ്പോൾ ഇവരേറ്റ് എങ്ങനെ, അവരേറ്റ് എങ്ങനെ, ഈ രാജ്യം എങ്ങനെ, മറ്റേ രാജ്യം. നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് ചോദിക്കുന്നത് എന്തിനാണ്? ഉത്തരം പറയുന്നവനൊരു കുഴപ്പത്തിൽ ചാടിക്കാനാണ്. അത്തരം സന്ദർഭത്തിൽ എന്ത് ചെയ്യരുത്, അവർക്ക് ഉത്തരം കൊടുക്കാൻ യാതൊരു ബാധ്യതയും നിനക്കില്ല, നമ്മൾ ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ തന്നെ ചില ആൾക്കാർ റുഖ്സക്ക് വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നത്. നാട്ടിലെല്ലാവരോട് ചോദിക്കും. എന്തിനാണ് ചോദിക്കുന്നത്? ഏതെങ്കിലും ഒരുത്തർ ഇതൊന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കിട്ടിയാൽ അവൻ്റെ ഫത്വ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എത്രയോ 10 ആൾക്കാർ ചോദിച്ചവരൊക്കെ ഹറാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇവൻ്റെ ചോദ്യം കേട്ടിട്ടുണ്ടാവില്ല. എന്തിനാത്? ഏതെങ്കിലും ഒരാൾ ഹലാലാന്ന് പറഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞേക്കാണ്, ചിലപ്പോൾ ഇബ്നു ബാസ് ശക്തമായി ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറെ ഖാദിയുടെ അടുത്ത് ഒരു ഫത്വ ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറയാതെ ചോദിച്ചാൽ, അവരോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയാതെ തലാഖിൻ്റെ വിഷയമൊക്കെ മാറ്റി ഫത്വ കിട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ, ഷെയ്ഖിൻ്റെ കൗല് ഖാദിയുടെ കൗലിന് വിരുദ്ധമാണെങ്കിൽ പോലും ഷെയ്ഖ് ഫത്വ കൊടുക്കില്ലായിരുന്നു. കാരണം ഇവൻ്റെ ഉദ്ദേശം എന്താണ്? വേറെ ആൾക്കുന്ന അവന് അനുയോജ്യമായ ഫത്വ കിട്ടലാണ്. ഇത് മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം ഫത്വ കൊടുക്കാറില്ലായിരുന്നു. ഇബ്നു ഉസൈമീൻ പറഞ്ഞേക്കാണ്, വേറെ ഒരു നിന്നെക്കാൾ വിവരമുള്ള അല്ലെങ്കിൽ നിന്നോട് സമാനമായ അറിവുള്ള ഒരാളോട് ചോദിച്ചിട്ടാണ് നിൻ്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ അത് ചെയ്യരുത്. ചില ആളുകൾ ചെയ്യുന്ന മോശമായ കാര്യങ്ങൾ പെട്ടതാണ്. ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, കുറേ ഉസ്താദുമാരെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ചോദ്യം. എന്നിട്ട് അതിൽ കിട്ടിയതിൽ ഏറ്റവും നല്ല ഉത്തരം എന്താണോ അത് ചെയ്യുക. മര്യാദയല്ല, രാധബിൽ പെട്ടതല്ല. നിനക്ക് അമൽ ചെയ്യാനാണ് നീ ചോദിക്കുന്നതെങ്കിൽ ഒരാൾ ചോദിക്കുക, നിനക്ക് വിശ്വാസമുള്ള ഒരാൾ ചോദിക്കുക, അതിന് ഉത്തരം കിട്ടിയാൽ അത് അമലാക്കുക. എന്നിട്ട് ഓരോരുത്തരെയും വിജ്ഞാനവും അറിവും അറിവില്ലായ്മയും താരതമ്യം ചെയ്യുക. അതൊരു മോശമായ ഉദ്ദേശത്തിൻ്റെ അടയാളമാണ്, ചെയ്യരുത്. എന്നാൽ നീ ഒരു മതവിദ്യാർത്ഥിയാണ്, നിനക്ക് കൂടുതൽ വിശദീകരണം വേണ്ടി വന്നു വേറെ ചോദിക്കുമ്പോൾ തെറ്റില്ല. ഓരോരുത്തരുടെ ഉദ്ദേശം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകൾ നിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാക്കാൻ വേണ്ടി ഇന്നയാളങ്ങനെ പറഞ്ഞു, ഇന്നയാളിങ്ങനെ പറഞ്ഞു, ഈ ഒരു മോശമായ ഉദ്ദേശത്തിൽ ചോദിക്കുന്ന ഒരുത്തനാണെന്ന് മനസ്സിലായാൽ നിനക്ക് ഉത്തരം പറയാതിരിക്കും. ഈ 3 അവസരങ്ങൾ ഏതൊക്കെയാണ്? 1, നിനക്കറിയില്ലെങ്കിൽ. 2, ഉത്തരം പറയുന്നത് കൊണ്ട്
കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് പേടിക്കുന്നെങ്കിൽ ചോദിക്കുന്നവൻ്റെ ഉദ്ദേശം ശരിയല്ല എന്ന് നിനക്ക് അനുഭവപ്പെട്ടാൽ ഈ 3 സന്ദർഭങ്ങളും ഉണ്ടാതിരിക്കുക. ഇത് വലിയ അറിവുള്ളവരായിക്കൊള്ളണമെന്നില്ല, നമുക്കൊക്കെ ഇത് ഉപകരിക്കുന്ന കാര്യമാണ്. എല്ലാവരും ഇത് പാലിച്ചിരുന്നെങ്കിൽ കുറേ ഫിത്തനകൾ ഒഴിഞ്ഞിട്ടു. ഈ പല ഗ്രൂപ്പിലും മറ്റൊക്കെ എല്ലാ തർക്കവും എല്ലാ ചർച്ചയിലും പോയിട്ട് ഇടപെടുക, എന്നിട്ട് അതിലൊക്കെ സംസാരിക്കുക, എന്നിട്ട് സാധാരണക്കാർ ചിലർ പറഞ്ഞുണ്ടാക്കുന്ന വിവരക്കേടിന് ജനങ്ങൾ പലരും പ്രശ്നത്തിലാവുക. എന്തിനു ദീൻ ഇങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലും ദീനിനോട് ഈ ഒരു ഇതാണ് ഈ ആയത്തിൻ്റെ തഫ്സീർ, ഇബ്നു ഉസൈമീൻ്റെ തഫ്സീറാണ് എന്ന് കാര്യമായി ചില ഭാഗങ്ങളിൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ അതിൻ്റെ ശരിയായ വിധത്തിൽ പാലിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം ബറക നബിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.